നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാടിനെ തന്നെ ഞെട്ടിച്ച ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയെ തേടി തന്നെയാണ് പോലീസും നാട്ടുകാരും. എന്നാൽ കേരളം കാത്തിരിക്കുന്ന ആ വാർത്ത പുറത്തു വന്നു. ചെന്താമരയെ പിടികൂടി. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോഴിക്കോട് പോലീസ് ആളെ വിട്ടയക്കുകയും ചെയ്തു. എന്താണ് കാര്യമെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തത് മറ്റൊരാളെയായിരുന്നു. കോഴിക്കോട് കൂടഞ്ഞിയിലാണ് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കേസിൽ സംശയിക്കുന്ന പ്രതിയായ ചെന്താമര അല്ല ഇയാളെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് തിരുവമ്പാടി പോലീസ് ഇയാളെ വിട്ടയച്ചത്. വിനയായി മാറിയത് സമാനമായ പേരായിരുന്നു. നാട്ടുകാരായിരുന്നു ചെന്താമര എന്നൊരാൾ ഇവിടെ നിൽക്കുന്നുവെന്നും വളരെ വേഗത്തിൽ വന്ന് പിടികൂടാൻ പോലീസിന് നിർദ്ദേശം നൽകിയതും കേട്ടപാടെ പോലീസ് വളരെ വേഗത്തിൽ ഇയാളെ പിടികൂടി കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പിടികൂടിയത് ഇതേ പേരിലുള്ള മറ്റൊരാളാണ് എന്ന് മനസ്സിലായതിനു പിന്നാലെ അമളി തിരിച്ചറിഞ്ഞ് പോലീസ് വിട്ടയക്കുകയായിരുന്നു. ഇരട്ടക്കൊലക്കേസിലെ പ്രതി ഒരുപക്ഷെ സംസ്ഥാനം വിട്ടിരിക്കാമെന്നുള്ള സംശയത്തിൽ തമിഴ്നാട്ടിലടക്കം തിരച്ചിൽ നടത്തുമ്പോഴായിരുന്നു ചെന്താമരയുടെ മൊബൈൽ ഫോൺ സിം കാർഡിന്റെ സിഗ്നൽ കോഴിക്കോട് തിരുവമ്പാടിയിലുണ്ടെന്ന സ്ഥിരീകരണം പുറത്തു വന്നത്. അതിനു പിന്നാലെ തിരുവമ്പാടി പോലീസ് മലയോര മേഖലയിൽ മുഴുവൻ തിരച്ചിൽ നടത്തി. കൂമ്പാറയിലൊക്കെ തന്നെ പരിശോധനയും നടത്തി. മൊബൈൽ ഫോണിലെ സിം കാർഡ് ആക്റ്റീവ് ആക്കിയത് അന്വേഷണം ഒരുപക്ഷെ വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതനുസരിച്ച് മറ്റാരെങ്കിലും ഇയാളെ സഹായിക്കുന്നുണ്ടോ എന്നുകൂടി പോലീസ് സംശയിക്കുകയാണ്. ജില്ലയിലെ ക്വാറികളിൽ പോലീസ് പരിശോധന നടത്തി. കൂടുതൽ സൂചന ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒട്ടനവധി സിം കാർഡുകൾ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ നമ്പറും കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് പാലക്കാട് SP അജിത് കുമാർ പറയുന്നത്. തിരുവമ്പാടിയിൽ ഒരു ക്വാറിയിൽ നേരത്തെ ഇയാൾ ജോലിക്കാരനായിരുന്നു എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ചെന്താമര തന്നെയാണോ പോലീസ് തിരയുന്ന പ്രതിയായ ചെന്താമര എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു മാസം മുന്നേ ഇയാൾ ഇവിടെ നിന്നും പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു വർഷക്കാലത്തോളം തിരുവമ്പാടിയിൽ ചെന്താമര ഉണ്ടായിരുന്നുവെന്നാണ് ജോലിക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഇയാളായിരിക്കില്ല എന്നുള്ള സംശയം പോലുമുണ്ട്. ഇവിടുത്തെ ജോലിക്കാർ പറയുന്നതനുസരിച്ച് അസുഖം കാരണം പൊങ്കൽ അവധി സമയത്ത് നാട്ടിലേക്ക് ഇയാൾ മടങ്ങിയെന്നും അതിനുശേഷം തിരിച്ചെത്തിയില്ല എന്നുകൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ആയിരിക്കാമെന്നുള്ള അനുമാനവും ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.